പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് നൽകിയ സന്ദേശം ഒന്നേ ഒന്ന് മാത്രമാണ്. അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം. ആ സ്നേഹം അതുകൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. ആശിഖുർ റസൂൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹ് അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാകാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും എല്ലാത്തിനും സ്വലാത്ത്. ഇപ്പൊ സ്വലാത്തുൻ നാരിയ സ്വലാത്ത് എല്ലാവർക്കും പരിചയമുള്ള സ്വലാത്താണ്. അതിൻ്റെ ഓരോ ബഹുമാനം തൻഹല്ലു ബിഹിൽ ലുഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ്, ആവശ്യങ്ങൾ വിടാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകാൻ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കാരണമാണ്, അതിൽ സംശയമില്ല. ആ സ്വലാത്ത് ഈ സദസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളുള്ള ആളുകളുണ്ടാകും. അതെല്ലാം സഫലീകരിക്കാനുള്ള വഴി എന്താണ്? തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. അത് തന്നെയാണ് അവിടുന്ന് നമ്മോട് പറഞ്ഞത്, അക്ഫിറൂ മിനസ് സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് തങ്ങളുടെ പിടുത്തം രണ്ട് ലോകത്തുണ്ടാകും. അതുമാത്രമല്ല, ഖബറാകുന്ന ഇരുട്ടറ ഏതൊരു മനുഷ്യനെയും ഭീതിപ്പെടുത്തുന്ന അവസ്ഥ, ഖബറിലെ ആദ്യ രാത്രി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്ന സ്വലാത്ത അലയ്യ നൂറുൻ ഫിൽ ഖബ്രി, അതേ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ഖബറിൽ അവർക്ക് പ്രകാശമായിട്ടുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. വനൂറുൻ ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് പ്രകാശമായിട്ടുണ്ടാകും. വനൂറുൻ ഫിസ് സിറാത്ത്, സിറാത്തിലും എല്ലാ സ്ഥലങ്ങളിലും സ്വലാത്ത് പ്രകാശമായിട്ട് കൂട്ടുന്നുണ്ടാകും. ആ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പരിശുദ്ധ ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയായ ഈ മഹത്വമേറിയ സമയം നാം പ്രതിജ്ഞ ചെയ്യുക, തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി അവിടുത്തെ ഹബ്ബിനാൽ ഇഷ്ഖിനാൽ നമ്മുടെ ഖൽബ് നിറഞ്ഞു. അങ്ങനെ ഈമാന് പവർ കിട്ടിയിട്ട്, ഇഖ്ലാസിന് പവർ കിട്ടി, തഖ്വക്ക് പവർ കിട്ടി, വറഅന് പവർ കിട്ടി, അല്ലാഹുവുമായിട്ടുള്ള റബ്ബിലേക്കുള്ള ആ അടുപ്പം അത് നമുക്കുണ്ടാകാൻ ഉള്ള വലിയ വഴിയാണ് തങ്ങളോടുള്ള വലിയ ബന്ധം. അങ്ങനെ നമ്മുടെ ചെറിയ കാല ജീവിതം അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചുകൊണ്ട്, ഖുർആൻ പറഞ്ഞതുപോലെ വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന് വഴിപ്പെടുന്നവരാരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവരാരാണ്? അവരെ മഹത്വം എന്താണ്? അവർ മഹാന്മാരായ അമ്പിയാക്കളെ കൂടെ, അതേ സുദ്ദീഖീങ്ങളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ, ശുഹദാക്കളെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണല്ലോ.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം സാക്ഷ്യപ്പെടുത്തുകയാണ്. മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. ആര് തങ്ങൾക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്. അതേ വമൻ അസ്വാനി ഫഖദ് അബാ. ആര് തങ്ങൾക്ക് എതിര് നിൽക്കുന്നോ അവര് വിലങ്ങിയ കക്ഷികളാണ്, അവര് സ്വർഗത്തിലേക്കില്ല.